ഗൈസ്, ഇത് ഞാൻ നിങ്ങളുടെ മിനി. ഞാനിപ്പോൾ ഇവിടെ മലങ്കര ഡാമിൻ്റെ അടുത്താട്ടോ. ഇത് കണ്ട വെള്ളം, മലങ്കര ഡാമിൻ്റെ വെള്ളം കയറി കിടക്കണമായിരുന്നു. ഇത് കരപ്രദേശമായിരുന്നു ഇവിടെയൊക്കെ, ഈ സ്ഥലമൊക്കെ കരയായിരുന്നു. അതിപ്പോൾ ഈ ഡാം വന്നേ പിന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ കരയിലേക്ക് വെള്ളം കയറി ഇതിങ്ങനെ ചുറ്റുവട്ടവും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് വലിയൊരു ഏക്കർ കണക്കിനൊരു സ്ഥലമായിരുന്നു ഈ മലങ്കരയുടെ. അതിപ്പം ഡാമിൻ്റെ ഇതുകൊണ്ട്, ഡാം വന്നതുകൊണ്ട് അത് മൊത്തം ഇങ്ങനെ വെള്ളം കയറി ഇങ്ങനെ കിടക്കുക. ഇവിടെയൊക്കെ ആൾ താമസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണേ. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ, എന്ത് രസമല്ലേ. ഇത് ശരിക്കും ടൂറൊക്കെ വന്നതാട്ടോ ഇവിടെ ആൾക്കാർ, ഡാമിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. നല്ല സീനറി അല്ലേ, കണ്ടാലും നല്ല ഭംഗി. ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് വെള്ളം കയറി, വെള്ളം ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വെള്ളം കയറി നല്ല ഭംഗിയായിട്ട്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നതാണ്. ഡാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ആ വഴിയാട്ടോ, പോകുന്ന വഴിയാണ് ഇത്. നമുക്ക് പോയി കാണുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കും കേട്ടോ ഇവിടെ. ഇത് കേരള അതോറിറ്റിയിലെ വാട്ടർ അതോറിറ്റി കേട്ടോ ഇത് കണ്ടോ. ഇത് ശരിക്കും എവിടെയാണെന്ന് വെച്ചാൽ മുട്ടത്തിറങ്ങിയിട്ട് മലങ്കരയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇത്. നമുക്ക് അതിൻ്റെ അങ്ങോട്ട് കയറി പോകുന്ന സ്ഥലമുണ്ടോ, അതെല്ലാം ഇങ്ങനെ അടച്ചിട്ടേക്കുക. ഇത് കണ്ടോ, മൊത്തം ഇത് കരയായിരുന്നു, കരപ്രദേശമായിരുന്നു ഇതെല്ലാം. അങ്ങോട്ടും ഒത്തിരി ഉണ്ട്. ഇതൊക്കെ മലങ്കര ഡാമിൻ്റെ ഒരു വശങ്ങളാണ്. നിങ്ങൾ വാ, നല്ല ഭംഗിയായിട്ടോ ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ രസതന്ത്രം ഷൂട്ടിങ് ചെയ്തത് ഇവിടെയാട്ടോ. രസതന്ത്രം അങ്ങനെ കുറച്ച് ഫിലിമുകളൊക്കെ ഇവിടെ ഈ മുട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എന്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണെന്ന് നോക്കിക്കേ. ഇതിങ്ങനെ അങ്ങ് പോയാൽ കുറേ ഉണ്ട് കാണാനൊക്കെ നമുക്ക്. പക്ഷേ ഞാൻ ഒത്തിരി ദൂരം അങ്ങ് സഞ്ചരിക്കുന്നില്ല. ഒന്നാമത് തന്നെ ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടം വരെ വരുവുള്ളൂ. ഇനി ഒരു ദിവസം ഇത് കണ്ടല്ല, അപ്പുറത്തേക്ക് നോക്കുക, അത് കാഞ്ഞാറിന് പോണ വഴിയാണേ. അങ്ങ് സൈഡ് കണ്ടോ, വെള്ളത്തിൻ്റെ അപ്പുറം കുറേ കപ്പയും അതും ഇതെല്ലാം നടക്കണ കണ്ടില്ലേ, അതൊക്കെ കാഞ്ഞാറിന് പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ മുട്ടത്തുനിന്ന് നമ്മൾ കയറി വന്ന വഴിയാട്ടോ ഇത്. ഇവിടെ ചുമ്മാ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് വന്നപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ, അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ ഞങ്ങളുടെ തൊടുപുഴക്കാരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളറിയണ്ടേ. തൊടുപുഴക്കാർക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പിന്നെ മറ്റുള്ള ദേശക്കാരൊന്നും അറിയുന്നില്ലല്ലോ ഇത്. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാട്ടോ. ഇത് വൈൻഡപ്പ് ചെയ്യുവാണേ.